ഗുഡ് ഈവനിങ് ആന്റണി. പ്രിയമില്ലാതെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കരിയർ ഗൈഡൻസിന്റെ മറ്റൊരു ടോപ്പിക്കാണ്. പ്രത്യേകിച്ച് നമ്മൾ സയൻസ് വിഷയങ്ങൾ, പ്രത്യേകിച്ച് മാത്സ്, ബയോളജി രണ്ട് വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തു. എന്താണ് അതിൻ്റെ എമർജിങ് ആയിട്ടുള്ള കരിയർ ഫീൽഡുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ കൊമേഴ്സുമായി ബന്ധപ്പെട്ട് +2 ശേഷം കൊമേഴ്സ് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് ഏതൊക്കെ കരിയറാണ്, ഫ്യൂച്ചറിസ്റ്റിക് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ +2 കൊമേഴ്സ്, ഈ ടോപ്പിക്കാണ് നമ്മൾ ചെയ്യുന്നത്. പൊതുവേ നമുക്കറിയാം, മെഡിസിൻ, എഞ്ചിനീയറിംഗ് ഇങ്ങനെയുള്ളതിന് വളരെ ഒരു താല്പര്യം കാണിക്കുന്ന ഒരു രീതിയാണ് പൊതുവെ കണ്ടുവരുന്നത്. എന്നാൽ ഈ AI പോലുള്ള കോഴ്സുകളുടെ അല്ലെങ്കിൽ AIയുടെ ഈ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇത്രമാത്രം കൂടിയിരിക്കുന്ന സമയത്ത് കൊമേഴ്സും വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കരിയറാണ് എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കൊമേഴ്സ് കരിയർ സ്ട്രാറ്റജീസ് എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. വളരെ കൃത്യതയോടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഒത്തിരിയും പ്രയോജനകരമായ കോഴ്സുകൾ നമുക്ക് കരിയറിൻ്റെ പാർട്ടായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ആ കോഴ്സുകളിലൂടെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ പ്രയോജനകരമായ ഒത്തിരിയും ഗുണങ്ങൾ തീർച്ചയായിട്ടും കുട്ടികൾക്കുണ്ടാകും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സോ ഇന്ന് നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് കരിയർ ആഫ്റ്റർ +2 കൊമേഴ്സ്, അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ അഡ്വാൻസ് കരിയർ, എമേർജിങ് കരിയേഴ്സ് കൊമേഴ്സിന് ശേഷമുണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. കൊമേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ട്രഡീഷണൽ കോഴ്സസ് എന്ന നിലയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കോഴ്സുകൾ ഇതാണ് നമ്മൾ കേട്ടിരിക്കുന്ന കോഴ്സുകൾ. BCom, ബാച്ചിലർ ഓഫ് കൊമേഴ്സ്. +2 ശേഷം BCom നമുക്ക് കൊമേഴ്സിൻ്റെ ഡിഗ്രി ആയിട്ട് ഉപയോഗിക്കാം. ജനറൽ കൊമേഴ്സ് ഡിഗ്രി കവറിങ് അക്കൗണ്ടിങ്, എക്കണോമിക്സ് ആൻഡ് ബിസിനസ്. ഇനി അതിൻ്റെ സ്പെഷ്യലൈസേഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ BCom ഓണേഴ്സ്, അതുപോലെ BCom ഇൻ അക്കൗണ്ടിങ്, then finance, accounting and finance, then BCom in banking and insurance, BCom in taxation, BCom in computer application. ഇതാണ് ഒരു കൺവെൻഷണൽ തരത്തിലുള്ള ഒരു ബാച്ചുലർ ഓഫ് കൊമേഴ്സിൻ്റെ സ്പെഷ്യലൈസേഷൻ്റെ പാർട്ടുകൾ. ഇതിനോട് ചേർന്ന് നമുക്ക് BBA, ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഫോക്കസിങ് ഓൺ മാനേജ്മെൻറ്റ്, പ്രത്യേകിച്ച് മാർക്കറ്റിംഗ്, HR, അതുപോലെ തന്നെ എൻ്റർപ്രണർഷിപ്പ്, അതിൻ്റെ സ്പെഷ്യലൈസേഷൻ BBA in commerce or finance, then BBA in digital marketing, then BBA in international business. ഇങ്ങനെയുള്ള നമുക്കറിയാവുന്ന കുറേ പാറ്റേൺ കോഴ്സുകളാണ് BBAയുടെ പാറ്റേണിൽ വരുന്നത്. ഇത് പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, CA, ഈ കോഴ്സാണ് ഏറ്റവും പ്രസ്റ്റീജിയസ് കൊമേഴ്സ് കരിയറിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു കോഴ്സ്. ഇതാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി. ഇപ്പോൾ നമ്മൾ കാണും ACCA എന്ന് പറയുന്ന CAയുടെ തന്നെ മറ്റൊരു ട്വിൻ എന്ന് നമുക്ക് പറയാവുന്ന രീതിയിലുള്ള ഒരു കോഴ്സും കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. CMA എന്ന് പറയുന്ന കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് അത് വരുന്നത്. അതുപോലെ തന്നെ CS, കമ്പനി സെക്രട്ടറി, ഓഫേർഡ് ബൈ ICSI, ഫോക്കസ് ഓൺ കോർപ്പറേറ്റ് ലോസ് ആൻഡ് ഗവേണൻസ്. അപ്പോൾ ആദ്യത്തേത് നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ കൺസെപ്റ്റ് അതിനൊപ്പം തന്നെ നിൽക്കുന്നതാണ് CS. ദെൻ CMA, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്, ഓഫേർഡ് ബൈ ICMAI, ഫോക്കസ് ഓൺ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകളാണ്. ഡിഗ്രി കഴിഞ്ഞും +2 കഴിഞ്ഞും ഒരു പരിധിവരെ നമുക്ക് ഇതിനകത്ത് ചെയ്യാം. പക്ഷേ അതിൻ്റെ അകത്ത് ആർട്ടിക്കിൾഷിപ്പ് അങ്ങനെയുള്ള കുറേ അഡീഷണൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും ബോധവാനാകണം. ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള കൊമേഴ്സിൻ്റെ ഔട്ട്കം ആയിട്ട് നമുക്ക് കിട്ടാവുന്ന കോഴ്സുകളാണ് ഇതെല്ലാം. ദെൻ ഇൻ്റഗ്രേറ്റഡ് കോൺസെപ്റ്റ് വരുമ്പോൾ ഡ്യുവൽ ഡിഗ്രി ഫോമിൽ BCom + MBA ഇൻ്റഗ്രേറ്റഡ് 5 കോഴ്സ്, അതുപോലെ തന്നെ BCom + CA, CS, CMA ഡ്യുവൽ പ്രിപ്പറേഷൻ, സിമിലർലി BBA + MBA ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം. ഇങ്ങനെയായിട്ടുള്ള ഡ്യുവൽ ഡിഗ്രി അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസും ഇപ്പോൾ നമുക്കറിയാം ഡിഗ്രി 3 ഇയർ എന്നുള്ളതിന് 4 ഇയറിലേക്ക് മാറ്റി. അതനുസരിച്ചൊരു ഇൻ്റഗ്രേഷൻ അവിടെ വരുന്നുണ്ട്. ഡിഗ്രിയും PGയും കൂടെ കമ്പൈൻ ചെയ്ത് ഇയർ റീഅറേഞ്ച്മെൻറ്റ് ചെയ്ത് ചെയ്യാവുന്ന ചില രീതികളും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇവിടെ ഇതെല്ലാം ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക്
+2 ശേഷം ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ദെൻ അതർ ഫീൽഡുകൾ എന്ന് പറഞ്ഞാൽ അത് എമേർജിങ് കോഴ്സസ് ആണ്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കോഴ്സുകൾ. BSc ഇൻ എക്കണോമിക്സ്, ഇതൊരു എക്കണോമിക്സ് തിയറി അതുപോലെ അനലിറ്റിക്സിനെ കുറിച്ചൊക്കെ അറിയാവുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല കോഴ്സാണ് എക്കണോമിക്സ്. ധനവുമായി ബന്ധപ്പെട്ട്, പണവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ബാച്ചുലർ ഓഫ് എക്കണോമിക്സ്, BEcon, ഫോക്കസ് ഓൺ മാക്രോ ആൻഡ് മൈക്രോ എക്കണോമിക്സ്. ഇത് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെടുന്ന എമർജിങ് കോഴ്സുകൾ. അതുപോലെ BMS, ബാച്ചുലർ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്. അവിടെ സ്പെഷ്യലൈസേഷൻ ഇല്ല, BBA തന്നെയാണ്, പക്ഷെ അവിടെ സ്പെഷ്യലൈസേഷൻ്റെ പാട്ടില്ല. അതുപോലെ BA ഇൻ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോർ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള തലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് BA ഇൻ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ ഇതൊരു എമർജിങ് കോഴ്സിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റാണ്. എക്കണോമിക് അനലിസ്റ്റ്, ഡിമാൻഡ് ഫോർ ഡേറ്റ ഡ്രിവൺ പോളിസി. അവിടെ കുറച്ച് സ്കില്ലുകൾ നീഡഡാണ്. അവിടെ പൈത്തോൺ, സ്ട്രാറ്റ, ടാബു, ഇങ്ങനെയുള്ള അതിൻ്റെ സാലറി റേഞ്ച് വളരെ നല്ലൊരു സാലറി റേഞ്ചാണ്. അതുപോലെ ബിഹേവിയർ എക്കണോമിക്സ്, അതുപോലെ ഫിൻടെക്, ഫിനാൻഷ്യൽ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള എക്കണോമിക്സിൽ പാർട്ട്. അതുപോലെ ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ്. ഇവിടെ എല്ലാം നല്ല സാലറി റേഞ്ച് ഉണ്ട്. അതിന് അഡീഷണൽ ആയിട്ട് സ്കില്ലുകൾ വേണം. വെറും ഒരു BCom കോൺസെപ്റ്റ്, എക്കണോമിക് കോൺസെപ്റ്റ് പോരാ, അതിനേക്കാൾ അപ്പുറത്തായിട്ട് നമ്മൾ സ്കിൽ നീഡഡ് എന്ന് പറയുന്ന തലത്തിൽ നോക്കുമ്പോൾ ഓരോന്നിനും അതിൻ്റെ വ്യത്യാസം. എക്കണോമിക്സ് അനലിസ്റ്റിക് ആണെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് പൈത്തൺ, കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങുമായി ബന്ധപ്പെട്ട് വേണം. അതുപോലെ ബിഹേവിയർ എക്കണോമിക്സ് ആണെങ്കിൽ സൈക്കോളജി പ്ലസ് സ്റ്റാറ്റിസ്റ്റിക്സ് വേണം. അതുപോലെ ഫിൻടെക്, ഫിനാൻഷ്യൽ ടെക്നോളജി ബേസ്ഡിലാണെങ്കിൽ ക്രിപ്റ്റോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ, ഇങ്ങനെയുള്ള ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് ചെയിൻ്റെ ബേസിസ്, മാക്രോ ഇലക്ട്രോണിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. അതുപോലെ ഡെവലപ്മെൻറ്റൽ എക്കണോമിക്സ് ആണെങ്കിൽ NGOs ആൻഡ് UN പ്രോജക്ട്സിലേക്ക് വേണ്ടി അവിടെ ഇമ്പാക്റ്റ് ഇവാലുവേഷൻ, പൈത്തോൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിൻ്റെയൊക്കെ സാലറി റേഞ്ചും വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള സാലറി റേഞ്ചുകളുമാണ്. ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് ഹൈബ്രിഡ് കരിയർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡൽഹി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ബെസ്റ്റ് ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അനേകം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതുപോലെയുണ്ട്. പെട്ടെന്ന് എടുത്ത് പറയാവുന്നത് BA ഹോണേഴ്സ് എക്കണോമിക്സ് പ്ലസ് BCom. അതിൻ്റെ CUET എൻട്രൻസിൽ ബേസ് ചെയ്താണ്. പ്ലേസ്മെൻറ്റ് 80% ആണ്. സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 6 to 10 lakhs per annum ആണ്. അതുപോലെ തന്നെ ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സ്, അത് ഡൽഹിയിലാണ്. BCom ഓണേഴ്സ് പ്ലസ് എക്കണോമിക്സ് മൈനറായിട്ട് ഉപയോഗിക്കുന്നു. നല്ല സാലറി അതും സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മദ്രാസ് സ്കൂൾ ഓഫ് എക്കണോമിക്സ്, MA അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഫിനാൻസ് മിനിസ്ട്രി, IMF തുടങ്ങിയ കമ്പനികളുമായി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടൊക്കെ ടൈപ്പുകളുള്ളതാണ്. ഇതുപോലെ തന്നെ രാജ്യത്തെ അനേക ഇൻസ്റ്റിറ്റ്യൂഷൻ, ടോപ്പായിട്ടുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷനും അതിൻ്റെ പ്ലേസ്മെൻറ്റിൻ്റെയും അതിൻ്റെ പാക്കേജുകൾ മാത്രമേ പറഞ്ഞു എന്ന് മാത്രം. ദെൻ സ്ട്രാറ്റജിക് കോംബോ ടു ബൂസ്റ്റ് എംപ്ലോയബിലിറ്റി. എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് എക്കണോമിക് പ്ലസ് ഡേറ്റാ സയൻസുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ BSc എക്കണോമിക്സ് പ്ലസ് ഗൂഗിൾ ഡേറ്റ അനലിറ്റിക്സ്, ഇതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആഡ് ഓൺ കോഴ്സുകളായിട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ എമർജിങ് കോഴ്സുകളായിട്ട് പറയാം. ഒരു CA പ്ലസ് എക്കണോമെട്രിക്സ്, അതുപോലെ തന്നെ BCom പ്ലസ് ഡെവലപ്മെൻറ്റ് ഇലക്ട്രോണിക്സ്. ഇവിടെ എല്ലാം അതിൻ്റെ പാത്ത് CA അല്ലെങ്കിൽ BCom, BSc, അങ്ങനെയുള്ള BSc എക്കണോമിക്സ്, ഇങ്ങനെയുള്ള ഏരിയകളാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് അതിൻ്റെ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ജോബ് എന്ന് പറയുന്നത് എക്കണോമിക് അനലിസ്റ്റ് ആണ് ആദ്യത്തെ കേസിൽ. രണ്ടാമത്തെ കേസ് CA പ്ലസ് എക്കണോമിക് മെട്രിക്സ് ആണെങ്കിൽ ടാക്സ് പോളിസി റിസർച്ചറാണ്. ആൻഡ് BCom പ്ലസ് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് ആണെങ്കിൽ NGO റോൾസ്, പ്രോഗ്രാം മാനേജറാണ്. അപ്പം ഇങ്ങനെയുള്ള പോസ്റ്റുകളിലേക്കൊക്കെ നല്ല സാലറിയോടുകൂടി നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. അതിനെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്താൽ എക്കണോമിക് റിസർച്ചർ വിദേശങ്ങളിലാണെങ്കിൽ $60,000 മുതൽ $90,000 വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. 0 to 3 ഇയർ ഓഫ് എക്സ്പീരിയൻസ്. അതുപോലെ ഫിൻടെക് അനലിസ്റ്റ്, അതുപോലെ തന്നെ പോളിസി എക്കണോമിക്സ്, ഇതെല്ലാം എക്കണോമിക് എന്ന് പറയുന്ന സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ ടേമുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസാണ്. പിന്നെ വരുന്ന കുറച്ച് ഡിപ്ലോമ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഷോർട്ട് ടൈം സ്കിൽ ബേസ്ഡ് പ്രോഗ്രാംസ് ആണ്. പ്രധാനമായിട്ടും ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിപ്ലോമ ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. +2 കഴിഞ്ഞതിന് ശേഷം ഡിപ്ലോമ സർട്ടിഫിക്കേഷനോടുകൂടി അല്ലെങ്കിൽ സ്കിൽ ബേസ്ഡ് പ്രോഗ്രാമായിട്ട് ഷോർട്ട് ടൈം പ്രോഗ്രാംസിനുള്ള സാധ്യതകളാണ്. ഡിപ്ലോമ ഇൻ ബാങ്കിങ്, സർട്ടിഫിക്കേഷൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനർ, ഇങ്ങനെയുള്ള, അതുപോലെ എൻ്റർപ്രണർഷിപ്പ്, അങ്ങനെയുള്ള ഡിപ്ലോമ ഇൻ എൻ്റർപ്രണർഷിപ്പ്, ഇങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ പ്രോഗ്രാംസിന് നമുക്ക് ഡയറക്റ്റ് +2
കൊമേഴ്സിന് ശേഷം മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ കരിയർ ഓപ്ഷൻസ് ആഫ്റ്റർ കൊമേഴ്സ്, പ്രധാനമായിട്ട് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കരിയർ പാത്ത് വേസ് ആണ്. ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ജോബുകളുടെ ക്രൈറ്റീരിയ നോക്കുമ്പോൾ അക്കൗണ്ടൻറ്റ്, ഓഡിറ്റർ, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, ടാക്സ് കൺസൾട്ടൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ്, ഇങ്ങനെ വരുന്ന കാറ്റഗറിയിലൂടെ കടന്നു പോകാൻ പറ്റും. ഇത് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ജോബാണ്, വളരെ പോപ്പുലർ ആയിട്ടുള്ള കരിയർ ഓപ്ഷൻസ് ആണ്. അതുപോലെ തന്നെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ജോബിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ബാങ്ക് പി ഒ, പ്രൊബോഷണറി ഓഫീസർ, ഇൻഷുറൻസ് അഡ്വൈസർ, ലോൺ മാനേജർ ഓർ ലോൺ ഓഫീസർ, വെൽത്ത് മാനേജർ, ഇങ്ങനെയുള്ള കാറ്റഗറിയിലൂടെ കടന്നു പോകാൻ പറ്റും. ഇത് തന്നെ കോർപ്പറേറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ജോബ്സ് ആണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ഇവിടെ ബിസിനസ് അനലിസ്റ്റ്, HR എക്സിക്യൂട്ടീവ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, റിട്ടെയിൽ മാനേജർ, ഇങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ജോബ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ജോബ് ഓറിയൻറ്റഡ് പാത്തുകൾ നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ഗവൺമെൻറ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് 12th കൊമേഴ്സിന് ശേഷം ഗവൺമെൻറ് സെക്ടറുമായിട്ട് പോകണമെങ്കിൽ SSC, CGL, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, അതുപോലെ തന്നെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ, അതുപോലെ ബാങ്കിങ് എക്സാംസ്, IPBOs, പോസ്റ്റ് പ്രൊഫഷണൽ ഓഫീസർ, ക്ലർക്ക്, RBA ഗ്രാജുവേറ്റ്, ഇങ്ങനെയുള്ള ഗ്രേഡ് B, ഇങ്ങനെയുള്ള ഇതിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതുപോലെ റെയിൽവേ ആൻഡ് ഡിഫൻസ് ജോബ്സ്, UPSC, ഇങ്ങനത്തെ ടെസ്റ്റുകളിലൂടെ ഒക്കെ ഇങ്ങനെയുള്ള പ്രൊഫഷനിലേക്ക് കടന്നു പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസും 12th കൊമേഴ്സിന് ശേഷമുണ്ട്. ദെൻ ചില ഫൗണ്ടേഷൻ കോഴ്സ്, പ്രധാനപ്പെട്ട നമ്മൾ കണ്ടത് CA, CS, ഇങ്ങനെയുള്ള കമ്പനി സെക്രട്ടറി, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സുകളിലൂടെയും കടന്നു പോകാം 12th കൊമേഴ്സിന് ശേഷം. CA ഫൗണ്ടേഷൻ ഫോർ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അത് CS ഫൗണ്ടേഷൻ കമ്പനി സെക്രട്ടറി, അതുപോലെ CMA കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട് CMAയുടെ ഫൗണ്ടേഷൻ. പിന്നെ ലോ ബേസ്ഡ് ആണ് BA, LLB, BCom, LLB, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് CLAT, ഇങ്ങനത്തെ കോഴ്സുകൾ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അത് എൻട്രൻസ് കോച്ചിങ് പോലെ, എൻട്രൻസ് പ്രോഗ്രാംസ് പോലെ ഫൗണ്ടേഷനാണ്. അതുപോലെ NPCT, NIMBS, BBA, BComന് വേണ്ടി. അതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ BBA, BCom പ്രോഗ്രാംസിൽ DU, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ജോയിൻ്റ് അഡ്മിഷൻ ടെസ്റ്റ്, ഇതൊക്കെ നമുക്ക് ഫൗണ്ടേഷൻ കോഴ്സുകളായിട്ട്, സ്റ്റാർട്ടപ്പുകളായിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കും. ദെൻ ഓൾട്ടർനേറ്റീവ് കരിയർ പാത്ത് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന എൻ്റർപ്രണർഷിപ്പാണ്. സ്റ്റാർട്ട് യുവർ ഓൺ ബിസിനസ്, സ്വന്തം ബിസിനസ്, സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എൻ്റർപ്രണർഷിപ്പ് നമുക്ക് ഉപയോഗിക്കാം. ഫ്രീലാൻസിങ്, ഫിനാൻഷ്യൽ കൺസൾട്ടിങ് ആൻഡ് കണ്ടന്റ് റൈറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ക്രിയേറ്റീവ് ഫീൽഡ്സ്, ഇവൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഫാഷൻ മെർക്കൻഡൈസിങ്, ഇങ്ങനെയുള്ള ഫീൽഡുകളും കൃത്യമായിട്ട് നമുക്ക് ഓൾട്ടർനേറ്റീവ് കരിയർ പാത്ത് ആഫ്റ്റർ +2 നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് വിച്ച് ഈസ് ദ ബെസ്റ്റ് ചോയ്സ്? ഇപ്പോൾ നമ്മൾ +2 കൊമേഴ്സിന് ശേഷം ഏറ്റവും ബെസ്റ്റ് ചോയ്സ് നമ്മുടെ കോർപ്പറേറ്റ് ജോബിനനുസരിച്ച് ഏത് തരത്തിലുള്ള ഫീൽഡുകളാണെന്നുള്ളത്, ഫോർ കോർപ്പറേറ്റ് ജോബ്സ് BCom + MBA ഓർ CA, CMA, ഇങ്ങനെയുള്ള കോഴ്സുകൾ, CA, CMA, CS, ഇങ്ങനെയുള്ള കോഴ്സുകൾ ഉപയോഗിച്ച് ഒരു കോർപ്പറേറ്റ് ജോബിൻ്റെ തരത്തിലേക്ക് പോകാം. ബാങ്കിങ് ആൻഡ് ഫിനാൻസ് മേഖലകളാണെങ്കിൽ പ്രധാനമായിട്ടും BCom + ബാങ്കിങ് എക്സാമിനേഷൻ ഓർ CFA, ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്, ഇങ്ങനെയുള്ള അതിലേക്ക് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് തലത്തിലൂടെ കടന്നു പോകാം. ആൻഡ് ഫോർ എൻ്റർപ്രണർഷിപ്പിലാണെങ്കിൽ BBA + സ്റ്റാർട്ടപ്പ് എക്സ്പീരിയൻസ്, എൻ്റർപ്രണർഷിപ്പ് ഫോമിലാണെങ്കിൽ BBAയോട് കൂടെ സ്റ്റാർട്ടപ്പുമായിട്ട് കടന്നു പോകാം. ദെൻ ഫോർ ഗവൺമെൻറ് ജോബ്സ് ആണെങ്കിൽ BCom + SSC + ബാങ്ക് എക്സാംസ്. അപ്പോൾ ഇങ്ങനെയുള്ള ബെസ്റ്റ് ചോയ്സ് ഏരിയാസ് കൃത്യമായിട്ട് +2 കൊമേഴ്സിന് ശേഷം നമുക്ക് BCom, BBA, ഇങ്ങനെയുള്ള ഏരിയയിൽ അതിനോട് കൂടി ചേർന്ന് കോർപ്പറേറ്റ് ജോബിൻ്റെ തലത്തിൽ അല്ലെങ്കിൽ ബാങ്കിങ് ആൻഡ് ഫിനാൻസിൻ്റെ, എൻ്റർപ്രണർഷിപ്പിൻ്റെ, ഗവൺമെൻറ് ജോബ്സിൻ്റെ തലത്തിലൂടെ നമുക്ക് ചിന്തിച്ച് കരിയർ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ പറഞ്ഞ AI ഒരു ഇറയാണ്. ആ ഇറയിൽ ഫ്യൂച്ചറിസ്റ്റിക് കരിയേഴ്സ് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും ആഫ്റ്റർ 12th? പ്രധാനമായും ഡേറ്റാ സയൻസ് ആൻഡ് ബിസിനസ് അനലിസ്റ്റിക്, ഒരുപക്ഷെ നമ്മളുടെ മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിങ് ആ കാറ്റഗറിയുടെ ഒപ്പം തന്നെ ഏണിംഗ് ഉള്ള ചില കോഴ്സുകളുടെ ഒരു ഡീറ്റെയിൽസാണിത്. ഡേറ്റാ സയൻസ് ആൻഡ് ബിസിനസ് അനലിസ്റ്റിക്. ഇപ്പോൾ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ മെഡിസിനോ ഒന്നും കിട്ടാതെ ഈ പറയുന്ന കൊമേഴ്സ് പറയുന്ന തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്ന നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ പറ്റുന്ന ചില കോഴ്സുകളുടെ ലിസ്റ്റാണിത്. ഡേറ്റാ സയൻസ് ആൻഡ് ബിസിനസ് അനലിസ്റ്റിക്. പ്രധാനമായിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഇൻഡോർ, കൊൽക്കട്ട, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ BBA ഇൻ അനലിസ്റ്റിക്സ്, അതുപോലെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, അമിറ്റി യൂണിവേഴ്സിറ്റി, നോയിഡ, സെൻറ്റ് ജോസഫ്സ് കൊമേഴ്സ്, ഇങ്ങനെയുള്ള കുറേ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്ത്യയിലും കേരളത്തിലൊക്കെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇങ്ങനെയുള്ള ഈ കോഴ്സുകളുണ്ട്. അലോങ് വിത്ത്
ബികോം അല്ലെങ്കിൽ കൊമേഴ്സ്, ആഫ്റ്റർ കൊമേഴ്സ്. അതിൻ്റെ സീറ്റ്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് സീറ്റ്സ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് വേരി ചെയ്യും. പക്ഷേ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് 80-90% ആണ്. ആവറേജ് പാക്കേജ് 6 to 12 lakhs per annum ആണ്. അതുപോലെ തന്നെ സാലറി ഇന്ത്യയിലും അതുപോലെ ഫ്രഷർ എക്സ്പീരിയൻസുള്ള വ്യക്തികൾക്ക് സാലറി അത് കൂടി വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പാറ്റേൺ, വളരെ ഫ്യൂച്ചറിസ്റ്റിക് കരിയർ എന്ന് പറയുന്ന തലത്തിൽ കൊമേഴ്സിനോട് കൂടി അവിടെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു വിഷയമായിട്ട് നമുക്ക് എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു ഓപ്ഷണൽ വിഷയമായിട്ട് മാത്തമാറ്റിക്സ് കൂടി എടുത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വളരെ കൂടുതൽ പ്രാവീണ്യം നേടാൻ പറ്റും. +1 അല്ലെങ്കിൽ സി നമ്മൾ പറയുമ്പം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ ഒരു സ്ട്രീമിനൊപ്പം തന്നെ നിൽക്കാൻ കെൽപ്പുള്ള ഒരു കൊമേഴ്സ് തലത്തിലുള്ള +2 ശേഷം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോഴ്സിൻ്റെ ലെവലാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു കോഴ്സുണ്ട്. അതുപോലെ തന്നെ ഫിൻടെക് ആൻഡ് ബ്ലോക്ക് ചെയിൻ, ഡിജിറ്റൽ ബാങ്കിങ്, ക്രിപ്റ്റോ കറൻസി, അതുപോലെ AI ഡ്രിവൺ ഫിനാൻസ്, ഇതൊക്കെ വളരെ ബൂം ചെയ്യുന്ന കാലത്ത് ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഫിനാൻഷ്യൽ അല്ലെങ്കിൽ കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഫിനാൻഷ്യൽ ടെക്നോളജി, അതുപോലെ ബ്ലോക്ക് ചെയിൻ, നെറ്റ്വർക്കുമായിട്ടൊക്കെ കണക്ട് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ. നാസി മോനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, NMIMS മുംബൈ, അവിടെ ബികോം ഇൻ ഫിൻടെക് വളരെ പോപ്പുലർ ആയിട്ടൊരു കോഴ്സാണ്. അല്ല സിംബയോസിസ് പൂനെയിൽ, അതുപോലെ തന്നെ മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള ഇവിടെയെല്ലാം ഈ പറയുന്ന ഫിൻടെക് പോലത്തെ കോഴ്സുകൾ അവൈലബിൾ ആണ്. സീറ്റുകൾ വളരെ കുറവാണ് എങ്കിൽ പോലും ടോപ്പ് പെൻഡിങ് അല്ലെങ്കിൽ ടോപ്പ് പോയിൻറ്റിങ് കോഴ്സുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ക്യാമ്പസ് സെലക്ഷൻ ഓൾമോസ്റ്റ് 80% ആണ്. ആവറേജ് പാക്കേജ് 5 to 10 lakhs per annum ആണ്. സാലറി ഇൻ ഇന്ത്യ, ഇൻ കേരള ഓർ ഈവൻ അബ്രോഡിൽ വളരെ നല്ല സാലറി കൊടുക്കുന്ന കോഴ്സുകളായിട്ട് നമുക്കതിനെ കരുതാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഇ-കൊമേഴ്സ് അവിടെ ഹ്യൂജ് ഡിമാൻഡാണ്, പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പുകൾ, MNCയിൽ, സോഷ്യൽ കൊമേഴ്സ്. നമുക്ക് സ്വന്തമായിട്ടൊക്കെ ഒരു എൻ്റർപ്രണർഷിപ്പിൻ്റെ തലത്തിൽ പോകാൻ, വ്യക്തമായി സ്വന്തമായി ജോലി കണ്ടെത്താനൊക്കെ ഉപയോഗിക്കാം. ഡൽഹി യൂണിവേഴ്സിറ്റിയിലുണ്ട്, ലയോള കോളേജ് ചെന്നൈയിലുണ്ട്, കേരള യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോട്, ട്രിവാൻഡ്രം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ബികോം ഇൻ ഡിജിറ്റൽ ബിസിനസ്. ഇവിടെയും പ്ലേസ്മെൻറ്റ് 80% ഉണ്ട്. പാക്കേജ് നല്ലതാണ്. സാലറി ഇൻ ഇന്ത്യ, അതുപോലെ എബ്രോഡ്, സാലറി ഇൻ കേരള ഒക്കെ നല്ല ഒരു പാറ്റേൺ ആണ് കാണുന്നത്. സസ്റ്റൈനബിലിറ്റി ആൻഡ് ESG, എൻവോൺമെൻറ്റൽ സോഷ്യൽ ഗവേണൻസ് കൺസൾട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണിത്. ബികോം ഇൻ സോഷ്യൽ എൻ്റർപ്രണർഷിപ്പ്, അത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ടിസ്സിലുണ്ട്. അതുപോലെ തന്നെ സേവിയർ യൂണിവേഴ്സിറ്റി ഭുവനേശ്വറിൽ BBA ഇൻ സസ്റ്റൈനബിലിറ്റി, രാജഗിരിയിലുണ്ട്, കൊച്ചി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ കോർപ്പറേറ്റ്. അങ്ങനെയുള്ള കോഴ്സുകളും അവൈലബിൾ ആണ്. ഇവിടെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ സീറ്റുകൾ കുറവാണെങ്കിൽ പോലും ക്യാമ്പസ് സെലക്ഷൻസ് ഉണ്ട്, നല്ല പേയ്മെൻറ്റ് പാക്കേജുമുണ്ട്. അതുപോലെ തന്നെ ആക്ച്വറിയൽ സയൻസ് എന്ന് പറയുന്ന റിസ്ക് ആൻഡ് ഇൻഷുറൻസ് അനലിസ്റ്റിക്സ്, ഹൈ പേയിങ് നിച്ച് ഫീൽഡ് ഇൻ ഇൻഷുറൻസ് ആൻഡ് ഫിനാൻസ്. ഫിനാൻസും ഇൻഷുറൻസും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരു കോഴ്സായിട്ട് നമുക്കതിനെ കാണാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറീസ് ഇൻ ഇന്ത്യ, AIA മുംബൈ സർട്ടിഫിക്കറ്റ് കോഴ്സുണ്ട്. അതുപോലെ അമിറ്റി യൂണിവേഴ്സിറ്റി നോയിഡയിലുണ്ട്, സെൻറ്റ് സേവിയേഴ്സ് കോളേജ് മുംബൈ. ഇതല്ലാതെ ഒത്തിരി കോളേജുകളുണ്ട്. ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ടോപ്പ് റാങ്കുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പേരിൽ പറയുന്നത് മാത്രം. സീറ്റ്സ് ലിമിറ്റഡ് ആണ്. ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് 90% സാലറി ഇൻ കേരള ആൻഡ് ഇന്ത്യ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള സാലറിയാണ്. ദെൻ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കേരള ഫോർ കൊമേഴ്സ് ഗ്രാജുവേറ്റ്സ്. നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ കോഴ്സ്, അവരുടെ കോളേജ്, കോഴ്സ് ഓഫേർഡ്, ആവറേജ് പ്ലേസ്മെൻറ്റ് ഏരിയ അല്ലെങ്കിൽ സാലറി. സെൻറ്റ് ജോസഫ്സ് കോളേജ് ഓഫ് കൊമേഴ്സ് കൊച്ചി, ബികോം ഓണേഴ്സ് 3 to 6 lakhs per annum ആണ്. രാജഗിരി BBA, അതുപോലെ തന്നെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, മാരി വാനിയോസ് ട്രിവാൻഡ്രം, സീക്രട്ട് ഹാർട്ട് കൊച്ചി, ഇവിടെയൊക്കെ ടോപ്പ് റാങ്കിങ് കോളേജുകളാണ് കേരളത്തിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ കൊച്ചി ക്യാമ്പസ് ഉണ്ട്. അവിടെ എല്ലാം സാലറി എന്ന് വെച്ചാൽ 4 to അല്ലെങ്കിൽ 3 to 6, 4 to 7 അങ്ങനെയുള്ള കാറ്റഗറിയിൽ ഉള്ള ടോപ്പ് പേയ്മെൻറ്റ് നൽകുന്ന ഒരുപക്ഷെ ക്യാമ്പസ് സെലക്ഷൻ തന്നെയുള്ള കോഴ്സുകളാണ്. ദെൻ സാലറി ഇൻ കമ്പാരിസൺ വിത്ത് ഇപ്പോൾ പറഞ്ഞ ഏറ്റവും ടോപ്പായിട്ടുള്ള അപ്കമിങ് എമർജിങ് കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളുടെ സാലറി പാറ്റേൺ ആണ്. അത് കരിയർ ഇന്ത്യ, പ്രത്യേകിച്ച് ഫ്രഷേഴ്സിന് കേരളയിലും അതിൻ്റെ ഒരു കൺസോൾട്ടേഷനാണ്. ഡേറ്റ അനലിസ്റ്റ് ആണെങ്കിൽ 4 to 8 ആണ് ഇന്ത്യയിൽ, 3 to 6 lakhs per annum ആണ് കേരളത്തിൽ. അതുപോലെ ഫിൻടെക്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ESG കൺസൾട്ടൻറ്റ്, ആക്ച്വറി ഫിനാൻസ് കൺസൾട്ടൻറ്റ്, ഇങ്ങനെയുള്ളതിനൊക്കെ 6 to 12 വരെ
അല്ലെങ്കിൽ 5 to 10 വരെ കേരളത്തിലും ഇന്ത്യയിലും കോമ്പറ്റൻ്റ് ആയിട്ടുള്ള സാലറി പാക്കേജുകൾ അവൈലബിൾ ആണ്. പിന്നെ ഇതിനെ നമ്മളൊന്ന് ഒന്നും കൂടെ കൺസോൾട്ട് ചെയ്താൽ ഏതൊക്കെയാണ് ഫോക്കസ് ഏരിയാസ്, അക്കൗണ്ടിങ്, ബാങ്കിങ് ഇങ്ങനെയുള്ളതാണെങ്കിൽ കൺവെൻഷനലും എമർജിങ് തമ്മിലുള്ള വ്യത്യാസമാണ്. കൺവെൻഷണൽ കരിയർ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ്, ബാങ്കിങ് ട്രഡീഷണൽ ബിസിനസ്സാണ്. ഇവിടെ എല്ലാം ടെക് ഡ്രിവൺ, അനലിറ്റിക്സ്, ഡിജിറ്റൽ ഫിനാൻസ് എന്ന് പറയുന്ന എമർജിങ് കരിയറിലേക്ക് പോകും. അതുപോലെ ജോബ് സ്റ്റെബിലിറ്റി ഹൈ സ്റ്റെബിലിറ്റിയാണ്, ഇവോൾവിംഗ് ആണ്, ഹൈ റിസ്ക് റിവാർഡഡ് ആണ്. ഹൈ റിസ്ക്കും ഉണ്ട്, അതേസമയം ഹൈ റിവാർഡഡുമാണ്. അതുപോലെ സ്കിൽ റിക്വയർമെൻറ്റ് CS, CMA ഇതൊക്കെയാണ്. ഇവിടെ കമ്പ്യൂട്ടർ സൈഡിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള പൈത്തോൺ, ഡേറ്റ വിഷ്വലൈസേഷൻ, ബ്ലോക്ക് ചെയിൻ ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് എമർജിങ് ടെക്നോളജീസിൻ്റെ സർട്ടിഫിക്കേഷൻസ് ആവശ്യമുണ്ട്. അങ്ങനെയുള്ള കോഴ്സുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഒരു ടോപ്പ് എംപ്ലോയേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ബാങ്ക്സ്, CA, ഫിനാൻസ്, ഗവൺമെൻറ് സെക്ടറിലേക്കാണ്. ഇത് ഫിൻടെക്, കൊമേഴ്സ് ഇങ്ങനെയുള്ള തലങ്ങളിൽ പോകും. ഒരു സാലറി റേഞ്ചും കോമ്പറ്റൻ്റ് ആണ്. 3 to 6 ആണ് കൺവെൻഷണൽ. അതിനേക്കാളും വളരെ ഹൈ ലെവലിലാണ് എമർജിങ് കരിയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ പ്രധാനമായിട്ട് വരുന്ന ടാർഗറ്റ് എമർജിങ് കരിയറും അതിൻ്റെ ബ്രിഡ്ജ് കോഴ്സുകൾ. എങ്ങനെ ഇങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് എത്താം? ഒരു കൺവെൻഷണൽ കോഴ്സിൽ BCom അല്ലെങ്കിൽ കൊമേഴ്സ് പ്രൊഫഷണലിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ +2 കൊമേഴ്സിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ഒരു അണ്ടർ ഗ്രാജുവേറ്റിലേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെ ബ്രിഡ്ജ് കോഴ്സുകളിലൂടെ ഈ പറയുന്ന കോഴ്സിലേക്ക് വരാം? ഇവിടെ CA അക്കൗണ്ടൻ്റ് ഇങ്ങനെയുള്ള തരത്തിലാണെങ്കിൽ ബ്ലോക്ക് ചെയിൻ, കോഡിംഗ് ഫോർ ഫിനാൻസ് ഇങ്ങനെയുള്ള പുതിയ ടെക്നോളജി അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിൻടെക് അനാലിസ്റ്റിലേക്ക് പോകാം. അതുപോലെ തന്നെ ബാങ്കിങ് പ്രൊഫഷണൽ എന്ന് പറയുന്ന തലത്തിൽ ഇൻ ബാങ്കിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെ ഡിജിറ്റൽ ലെൻഡർ എന്ന തലത്തിലേക്ക് പോകാം. അതുപോലെ PG ഡിപ്ലോമ അനലിറ്റിക്സിൻ്റെ കൂടെ നമ്മൾ ബിസിനസ് അനലിസ്റ്റിക് എന്ന് പറയുന്ന തലത്തിലേക്ക് BCom ഗ്രാജുവേറ്റ്സിന് മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ CFA ESG ഇൻവെസ്റ്റിംഗ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന തലത്തിൽ നിന്ന് ഒരു ESG കൺസൾട്ടൻ്റ് ആകാൻ ഒരു CS പ്രൊഫഷണലിന് സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള ടാർഗറ്റ് എമർജിങ് കരിയറിലേക്ക് ഓൾറെഡി ഉള്ള കോഴ്സിൽ നിന്ന്, നോർമൽ BCom അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സിൽ നിന്ന് ഒരു ബ്രിഡ്ജ് കോഴ്സിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഒരു ടോപ്പ് ഫ്യൂച്ചർ റെഡി കൊമേഴ്സ് കരിയേഴ്സാണ്. ഒരു 2030 നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും നമുക്കുണ്ടാകേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പ് ഫ്യൂച്ചർ റെഡി കൊമേഴ്സ് കരിയേഴ്സാണ്. ഇവിടെ പ്രധാനമായിട്ടും ഫീൽഡ് AI ഡ്രിവൺ ഫിനാൻസ് ആണ്, ബ്ലോക്ക് ചെയിൻ അക്കൗണ്ടിങ്, ESG ആൻഡ് ഗ്രീൻ ഫിനാൻസ്, കാർബൺ അക്കൗണ്ടിങ് എന്നൊക്കെ പറയുന്ന തലത്തിൽ, കോർപ്പറേറ്റ് സസ്റ്റൈനബിലിറ്റി മാൻഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട, അതുപോലെ ഡേറ്റ ഡ്രിവൺ ഓഡിറ്റിംഗ്, അതുപോലെ തന്നെ കൊമേഴ്സ് സ്ട്രാറ്റജി. ഇവിടെയെല്ലാം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീൽഡുകളാണ്. ഇതെല്ലാം ഗ്രോയിങ് ആണ്. അതിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ സ്കിൽ, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നീഡഡ് ആയിട്ടുള്ള സ്കില്ലുകളെ കുറിച്ച് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദെൻ 5 മേജർ ട്രെൻഡ്സ് റീഷേപ്പിംഗ് കൊമേഴ്സ് കരിയർ. ഇപ്പോൾ +2 കൊമേഴ്സിന് ശേഷം ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം സെലക്ട് ചെയ്തതിൻ്റെ ഒപ്പം വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു 5 മേജർ കോഴ്സുകളാണ് പറയുന്നത്. ഒന്ന് AI ആൻഡ് ഓട്ടോമേഷൻ. ഇമ്പാക്ട് 40% അക്കൗണ്ടിങ് ടാസ്ക് വിൽ ബി ഓട്ടോമേറ്റഡ് ബൈ 2030. അങ്ങനെയാണെങ്കിൽ ഈ 2030 ഓട്ടോമേഷൻ സംഭവിക്കുമ്പോൾ ഓട്ടോമേഷനുമായിട്ട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ചില അഡാപ്റ്റീവ് കോഴ്സുകളുണ്ട്. ലേൺ AI ടൂൾസ് ലൈക്ക് സോഹോ ബുക്സ്, ക്യൂബ് ബുക്സ് AI ഇങ്ങനെയുള്ള കുറേ അഡീഷണൽ AI അറ്റാച്ച്മെൻറ്റ്സ്, അഡാപ്റ്റേഷൻസ് നമുക്ക് യൂസ് ചെയ്യണം. അതുപോലെ സെൻട്രലൈസ്ഡ് ഫിനാൻസ്, DeFi എന്ന് പറയും, ഓപ്പർച്യൂണിറ്റി, ഇന്ത്യൻ ക്രിപ്റ്റോ മാർക്കറ്റ് 2030 $241 മില്യൺ മൂവ് ചെയ്യാൻ സാധ്യതയുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ള മാർക്കറ്റ് ഫീൽഡുകളാണ്. അതുപോലെ അതിനെ സ്കില്ലപ്പ് ചെയ്യാൻ ബ്ലോക്ക് ചെയിൻ ആൻഡ് കൗൺസിൽ സർട്ടിഫിക്കേഷനിലൂടെ നമുക്ക് എമർജിങ് ആയിട്ടുള്ള കോഴ്സിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി കംപ്ലയൻസ് നമ്മൾ ആദ്യം കണ്ടിരുന്നു. സെബി മാൻഡേറ്റ്, BRSR 1000 ഫെയിംസ് ഈ ഒരു കാറ്റഗറിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ GRI സർട്ടിഫിക്കേഷൻ, CFA ESG ഇങ്ങനെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള റീഷേപ്പിംഗ്, നമ്മളുടെ ഓൾറെഡി ഉള്ള കൺവേർഷണൽ സിസ്റ്റത്തിൽ നിന്ന് ഒരു റീഷേപ്പിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കംപ്ലൈൻസിലേക്ക് നമുക്ക് കടന്നു വരാം. അതുപോലെ ജിഗ് എക്കണോമി ഇൻ ഫിനാൻസ്, ദാറ്റ് ഈസ് 50% ഓഫ് ദി ഫിനാൻഷ്യൽ പ്രൗൺ വിൽ ഫ്രീലാൻസ് ബൈ 2027. ഒരു ഫ്രീലാൻസ് കാറ്റഗറിയിലേക്ക് മാറുന്ന രീതി വരും. കാരണം AI ഡ്രിവൺ ആണ്. അപ്പോൾ ഫ്രീലാൻസ് ആകാൻ എളുപ്പമാണ്. ഓരോ പലതരം പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കും, പ്രത്യേകിച്ച് വെർച്വൽ CFOs, ടാക്സ് കൺസൾട്ടൻറ്റ്. അതുപോലെ ഹൈപ്പർ പേഴ്സണലൈസ്ഡ് ബാങ്കിങ്,
ടെക്നോളജി ബേസ്ഡ് ആയിട്ട് പറയുമ്പോൾ AI ചാറ്റ് ബോട്ട്സ്, UPI 2.0, വോയിസ് പേയ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള ഹൈപ്പർ പേഴ്സണലൈസ്ഡ് ബാങ്കിങ് സെക്ടർ, അത് പുതിയൊരു റീഷേപ്പിംഗ് ആണ്. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് കൺസോളിഡേറ്റ് ചെയ്ത് ഇങ്ങനെ വരും: ക്രിപ്റ്റോ കറൻസി ഓഡിറ്റർ, സസ്റ്റൈനബിലിറ്റി അനലിസ്റ്റ്, AI അക്കൗണ്ടൻറ്റ്, കൊമേഴ്സ് CFO, ഇങ്ങനെയുള്ള തരത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. ടോപ്പ് എംപ്ലോയേഴ്സും ബെസ്റ്റ് എൻട്രി പാത്ത് ഇവിടെ പറയുന്നുണ്ട്. ക്രിപ്റ്റോ കറൻസി ഓഡിറ്റർ എന്ന് വെച്ചാൽ CA+ ബ്ലോക്ക് ചെയിൻ ആണ്. സസ്റ്റൈനബിലിറ്റി അനലിസ്റ്റ് എന്ന് വെച്ചാൽ BCom+ ESG സർട്ടിഫിക്കേഷൻ ആണ്. AI അക്കൗണ്ടൻറ്റ് എന്ന് വെച്ചാൽ ടാലി പ്ലസ് മെഷീൻ ലേണിംഗ് ആണ്. ദെൻ കൊമേഴ്സ് മീൻസ് CMA+ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലൈസ്. അപ്പോൾ ഇവിടെ എല്ലാം കൺവെൻഷണൽ കോഴ്സിൻ്റെ മുകളിൽ, ഇപ്പോൾ എന്താണ് CA, BCom, ടാലി, CMA, ഇങ്ങനെയുള്ള കൺവെൻഷണൽ കോഴ്സിൻ്റെ മുകളിൽ സർട്ടിഫിക്കേഷൻ്റെ പാർട്ടായിട്ട് ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ ESG, മെഷീൻ ലേണിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇങ്ങനെയുള്ള ഇത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ഒരു ജോബ് ടൈറ്റിലേക്ക് വരും. ഹൈ ഗ്രോത്ത് റോൾസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ദെൻ ഫ്യൂച്ചർ പ്രൂഫ് എഡ്യൂക്കേഷൻ പാത്ത് ഇൻ അണ്ടർ ഗ്രാജുവേറ്റ്സ്. അപ്പം +2 കൊമേഴ്സിന് ശേഷം ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതൊരു ഫ്യൂച്ചർ പ്രൂഫ് എഡ്യൂക്കേഷൻ ഓഫർ ചെയ്യുന്ന കോഴ്സുകളാണ്. അങ്ങനെയുള്ള കോഴ്സുകളാണ് BCom in AI ആൻഡ് ഡാറ്റാ സയൻസ്. പ്രധാനമായിട്ട് ചില യൂണിവേഴ്സിറ്റികൾ, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ NMIMS മുംബൈ, BBA+ ഫിൻടെക് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. എഗെയിൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലാണെങ്കിൽ MBA in ബിസിനസ് അനലിസ്റ്റിക്സ്, ISB ആൻഡ് IAMs, MCom in ബ്ലോക്ക് ചെയിൻ ആൻഡ് അക്കൗണ്ടിങ്, METI ഓൺലൈൻ, ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ, പുതിയ പുതിയ ഫ്യൂച്ചറിസ്റ്റിക് കോഴ്സുകളൊക്കെ പല യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും കടന്നു വരികയാണ്. അതിനൊപ്പം BCom+ ഈ പറയുന്ന സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്യൂച്ചർ ബേസ്ഡ് ആയിട്ടുള്ള എമേർജിങ് ട്രെൻഡുകളുള്ള കോഴ്സുകളിലേക്ക് ചേഞ്ച് ചെയ്യാൻ ഈ പറയുന്ന +2 കൊമേഴ്സിന് ശേഷം സാധിക്കും. +2 കൊമേഴ്സിന് ശേഷം അണ്ടർ ഗ്രാജുവേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കോഴ്സിൻ്റെ കോമ്പിനേഷനിലൂടെയാണ് കടന്നുപോയത്. ദെൻ സാലറി പ്രൊജക്ഷൻസ് പറയുകയാണെങ്കിൽ ബ്ലോക്ക് ചെയിൻ കൺസൾട്ടൻറ്റിൻ്റെ 9 to 15 lakhs ആണ്. അത് തന്നെ ഒരു മിഡ് കരിയറിലേക്ക് 5 years എക്സ്പീരിയൻസ് ആണ് 20 to 40 lakhs വരെ ഓഫർ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ്. അതുപോലെ ESG റിസ്ക് മാനേജർ, AI ഓഡിറ്റ് സ്പെഷ്യലിസ്റ്റിലൊക്കെ ഇതേപോലെ തന്നെ നല്ല സാലറി ഹൈക്കുള്ള കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. ദെൻ ആക്ഷൻ പ്ലാൻ ഫോർ BCom. അപ്പോൾ BComൻ്റെ ഒരു തലത്തിൽ നിന്ന് അല്ലെങ്കിൽ BCom +2 കൊമേഴ്സിന് ശേഷം BCom സെലക്ട് ചെയ്യുന്ന കുട്ടികൾ, BComോ BBയോ എന്താണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു ആക്ഷൻ പ്ലാൻ ആവശ്യമാണ്. അതിൻ്റെ ആക്ഷൻ പ്ലാൻ എന്ന് വെച്ചാൽ നോർമൽ ഫസ്റ്റ് ഇയർ 3 year കോഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ എക്സൽ, അതുപോലെ തന്നെ ഫ്രീ പവർ കോഴ്സ് ഓൺ യൂട്യൂബ്, ഇപ്പം യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ കോഴ്സുകളുണ്ട്. അങ്ങനെയുള്ള കോഴ്സുകളുമായിട്ട് കണക്ട് ചെയ്ത് എക്സൽ ഇങ്ങനെയുള്ള അഡീഷണൽ ബെനിഫിറ്റ്സ് നമ്മൾ ഉണ്ടാക്കും. അതുപോലെ ഇയർ 2 വരുമ്പോൾ ആഡ് പൈത്തോൺ ഓർ SQL, അതും യൂട്യൂബ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺവെൻഷണൽ ആയിട്ടുള്ള അതിന് എഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒത്തിരി കോഴ്സുകൾ റെഡിയാണ്. അങ്ങനെയുള്ള കോഴ്സുകളായിട്ട് കണക്ട് ചെയ്യുക. അതുപോലെ ഇയർ 3 വരുമ്പോൾ, തേർഡ് ഇയറിലേക്ക് വരുമ്പോൾ, BCom തേർഡ് ഇയറിലേക്ക് വരുമ്പോൾ സ്പെഷ്യലൈസ് ചെയ്യണം. ICAI, ഫിൻടെക് ഇതുപോലത്തെ കോഴ്സ്, അതിൻ്റെ സർട്ടിഫിക്കേഷൻസ് എല്ലാം ഉപയോഗിച്ച് സ്പെഷ്യലൈസ്ഡ്. അപ്പം BCom കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തന്നെ കൃത്യമായിട്ട് ഇതുപോലത്തെ എമേർജിങ് ട്രെൻഡുകളുമായിട്ട് ചേർന്ന് പോകാൻ പറ്റുന്ന രീതിയിൽ ഒരുപക്ഷെ BComനോട് കൂടി തന്നെ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ മേജർ മൈനർ എന്ന് പറയുന്ന തരത്തിലുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, നമ്മൾ കൊമേഴ്സ് എടുക്കുമ്പം എപ്പോഴും കൊമേഴ്സിനോട് മാത്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പേപ്പർ, ഓപ്ഷണൽ പേപ്പർ മാത്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെയധികം ക്രിയേറ്റീവായിട്ട് റിസൾട്ട് കിട്ടുന്ന തലങ്ങളാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കാൻ പറ്റുന്ന ചില ഏരിയകൾ, നമ്മൾ സാധാരണ കൺവെൻഷനലി നമ്മൾ ചിന്തിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്, കൊമേഴ്സ് എന്ന് പറയുന്നത് എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ മെഡിസിനോ കിട്ടാതെ വരുമ്പോൾ സെലക്ട് ചെയ്യുന്നതിൽ നിന്നുള്ള അപ്പുറത്തേക്ക് വളരെ ക്വാളിറ്റിയുള്ള, വളരെ സാലറി ഏണിംഗ് ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള കോഴ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഒരു നോർമൽ രീതിയിൽ പറഞ്ഞാൽ CA അല്ലെങ്കിൽ CS അല്ലെങ്കിൽ ലോ ബേസ്ഡ് അല്ലെങ്കിൽ BA BCom ഇങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് പോകാം എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് വളരെ എമർജിങ് ആയിട്ടുള്ള ചില കോഴ്സുകൾ നമുക്കിതിലൂടെ കണ്ടെത്തിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ CA, CS, CMA ഇങ്ങനെയുള്ള കോഴ്സുകളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ACCA എന്ന് പറഞ്ഞൊരു കോഴ്സും വളരെ പോപ്പുലറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ സെലക്ട് ചെയ്യാം. നമ്മൾ കൺവെൻഷണൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ BBA, അതുപോലെ BCom, ബാച്ചലർ ഓഫ് കൊമേഴ്സ് ആൻഡ് ബാച്ചലർ ഓഫ് ബിസിനസ്,
അഡ്മിനിസ്ട്രേഷൻ, ഈ 2 തലങ്ങളാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാംസ്, BCom പ്ലസ് MBA. സോ ഇൻ്റഗ്രേറ്റഡ് ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാംസ് ഇവിടെ വളരെ പോപ്പുലറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. BCom പ്ലസ് MBA, or BCom പ്ലസ് CA, CS, CMA, ദെൻ BCom പ്ലസ് BBA പ്ലസ് MBA, ഇങ്ങനെയുള്ള പോകാം. ദെൻ കുറച്ച് എമർജിങ് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് കുറച്ച് എമർജിങ് ഫീൽഡുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. BSc, ബാച്ചുലർ ഓഫ് എക്കണോമിക്സ്, അതുപോലെ തന്നെ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് BMS. പിന്നെ വരുന്ന ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് പറയുന്നത്, പ്രത്യേകിച്ച് എക്കണോമിക്സുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ദെൻ സ്ട്രാറ്റജിക് കോമ്പോസ്, എക്കണോമിക്സ് പ്ലസ് ഡേറ്റ സയൻസ്, അതുപോലെ CA പ്ലസ് എക്കണോമെട്രിക്സ്, ദെൻ BCom പ്ലസ് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ്, ദെൻ അതുപോലെ തന്നെ എക്കണോമിക്സ് റിസർച്ചർ, ഫിൻടെക് അനലിസ്റ്റ്, പോളിസി എക്കണോമിസ്റ്റ്, ഇങ്ങനെയുള്ളത്. ഡിപ്ലോമ ആൻഡ് സർട്ടിഫിക്കേഷൻ, പ്രധാനമായിട്ടും നമുക്ക് ഷോർട്ട് ടൈം കോഴ്സ്, സ്കിൽ ബേസ്ഡ് പ്രോഗ്രാംസ്, അല്ലെങ്കിൽ ഡിപ്ലോമയെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കോഴ്സുകൾ. ദെൻ കരിയർ ഓപ്ഷൻസ് ആഫ്റ്റർ കൊമേഴ്സ്, ദെൻ ഫിനാൻഷ്യൽ ആൻഡ് അക്കൗണ്ടിങ് ജോബ്സ്, ഇങ്ങനെയുള്ള തലങ്ങൾ. ദെൻ കരിയർ ഓപ്ഷൻസ് ആഫ്റ്റർ കൊമേഴ്സ്, ബാങ്കിങ്, ഇൻഷുറൻസ് സെക്ടറിലാണെങ്കിൽ ബാങ്കിൻ്റെ പ്രൊഫഷണൽ ഓഫീസർ, ഇൻഷുറൻസ് അഡ്വൈസർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോകാം. കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് ജോബ്സ്, അതുപോലെ തന്നെ ഗവൺമെൻറ് ജോബ്സിലൂടെ പോകാം. പിന്നെ കുറച്ച് ഫൗണ്ടേഷൻ കോഴ്സുകൾ നമ്മൾ 12th കൊമേഴ്സിന് ശേഷം ഉണ്ടാക്കാം. പിന്നെ ഓൾട്ടർനേറ്റ് കരിയർ പാത്ത്, പ്രത്യേകിച്ച് എൻ്റർപ്രണർഷിപ്പ്, ഫ്രീലാൻസിങ്, ക്രിയേറ്റീവ് ഫീൽഡ്സ് ഉപയോഗിക്കാം. പിന്നെ ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുമ്പോൾ ഫോർ കോർപ്പറേറ്റ് ജോബ്സ് എപ്പോഴും BCom പ്ലസ് MBA, ദെൻ ഫിനാൻസ് ആൻഡ് ബാങ്കിങ്, BCom പ്ലസ് ബാങ്കിങ് എക്സാംസ് ഓർ CFA. എൻ്റർപ്രണർഷിപ്പ് ആണെങ്കിൽ BBA പ്ലസ് സ്റ്റാർട്ടപ്പ് എക്സ്പീരിയൻസ്, ദെൻ ഗവൺമെൻറ് ജോബ്സ് ആണെങ്കിൽ BCom പ്ലസ് SSC. പിന്നെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന കരിയേഴ്സാണ് 12th കൊമേഴ്സിന് ശേഷം ഡേറ്റാ സയൻസ് പ്ലസ് ബിസിനസ് അനാലിസ്റ്റിക്സ് 1, 2 ഫിൻടെക് ആൻഡ് ബ്ലോക്ക് ചെയിൻ, ദെൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഇ-കൊമേഴ്സ്, സസ്റ്റൈനബിലിറ്റി, ESG. ഈ കരിയറിനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം +2 കൊമേഴ്സിന് ശേഷം അതുപോലെ ആക്ച്വറിയൽ സയൻസ്, റിസ്ക് ആൻഡ് ഇൻഷുറൻസ്, ഇതെല്ലാം BSc അല്ലെങ്കിൽ BCom ഗ്രാജുവേഷൻ്റെ പാർട്ടാണ്. അതുപോലെ തന്നെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കേരള ഫോർ കൊമേഴ്സ് ഗ്രാജുവേറ്റ്സ്, അത് നമുക്ക് നോക്കാവുന്നതാണ്. സാലറി കമ്പാരിസൺ ഉണ്ട്. പിന്നെ 5 മേജർ ട്രെൻഡ്സ് ഇൻ റീഷേപ്പിംഗ് കൊമേഴ്സ് കരിയേഴ്സാണ്. ഒന്ന് AI ആൻഡ് ഓട്ടോമേഷൻ, ദെൻ ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ്, DeFi എന്ന് പറയും, സസ്റ്റൈനബിൾ കംപ്ലയൻസ്, ദെൻ ജിഗ് എക്കണോമി ആൻഡ് ഫിനാൻസ്, ദെൻ ഹൈപ്പർ പേഴ്സണലൈസ്ഡ് ബാങ്കിങ്. ഇപ്പോൾ ഉള്ള UPAക്ക് അതിൻ്റെ ഒരു സെക്കൻഡ് വേർഷൻ AI ചാറ്റ് ബോക്സ്, UPI 2.0, വോയിസ് പേയ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വളരെ ട്രെൻഡി ആയിട്ടുള്ള റീഷേപ്ഡ് കൊമേഴ്സ് കരിയേഴ്സ്. ദെൻ ചില ഫ്യൂച്ചർ പ്രൂഫ് എഡ്യൂക്കേഷൻസിൻ്റെ പാർട്ടുകളും പറയുന്നുണ്ട്. BCom ഇൻ AI ആൻഡ് ഡേറ്റാ സയൻസ്, നമ്മൾ പറഞ്ഞു ഡേറ്റാ സയൻസ്, നമ്മളത് പറഞ്ഞു BCom നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൊമേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ മാത്സ് ഓറിയൻറ്റഡ് ആയിട്ട് അതിൻ്റെ ഓപ്ഷൻ പേപ്പർ മാത്സും കൂടെ ചേർന്ന് സെലക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും BCom ഇൻ AI പ്ലസ് ഡേറ്റാ സയൻസ് ഉപയോഗിക്കാം. ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് BA ഇൻ ബിസിനസ് അനാലിസ്റ്റിക്സ് ഉപയോഗിക്കാം, MCom ഇൻ ബ്ലോക്ക് ചെയിൻ അക്കൗണ്ടിങ്. അപ്പോൾ ഇങ്ങനെയുള്ള കരിയർ സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ +2 കൊമേഴ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിന് ശേഷം നമുക്ക് വളരെ ക്രിയാത്മകമായ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ തന്നെ പ്രധാനപ്പെട്ട ഒരു ആക്ഷൻ പ്ലാൻ നമ്മൾ പറഞ്ഞിരുന്നു. ഇയർ 1 കൂടി, ഇയർ 2 കൂടി, ഇയർ 3 കൂടി എന്തൊക്കെ അഡീഷണൽ പ്രോസസ്സുകൾ ചെയ്താൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കരിയർ +2 കൊമേഴ്സ് എടുത്തതിന് ശേഷം നമുക്ക് കിട്ടും എന്നും കൂടെ നമ്മൾ കണ്ടിരുന്നു. സോ ഇത്രയാണ് പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഫ്യൂച്ചറിസ്റ്റിക് +2 കൊമേഴ്സ് ജോബുകൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും കമൻസ്, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. സർ, ഈ കോപ്പറേറ്റീവ് ബാങ്കുകളിലൊക്കെ ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ ഈ BComമാരെയും ഒന്നും അല്ലല്ലോ പ്രിഫർ ചെയ്യുന്നത്. അവർ എന്തോ ഈ ഷോർട്ട് കോഴ്സുകൾ ഒക്കെ നടത്തിയിട്ട് എടുക്കുന്നതാണ് അവിടെ. HDC എന്നൊക്കെ പറയുന്ന കോഴ്സുകളുണ്ട്. അതെ 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 അതെ, അതും കൂടെ നമുക്ക് ഈ കൊമേഴ്സിന്റെ കൂടെ ഉൾപ്പെടുത്താവുന്ന
തീർച്ചയായിട്ടും തീർച്ചയായും HDC കോഴ്സുകളായിട്ട് പോലത്തെ എനിക്ക് ചെറിയ കോഴ്സ്, അതൊക്കെ സർട്ടിഫിക്കേഷൻ, ഡിപ്ലോമ ആ സർട്ടിഫിക്കേഷൻ, ഷോർട്ട് ടൈം സർട്ടിഫിക്കേഷൻ കോഴ്സ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി നമ്മൾ പറഞ്ഞതിൻ്റെ ആ അകത്ത് പെടുന്നതല്ല. അതെ അതായത് അവിടെ ഈ സാധാരണ കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ പിയൂണായിട്ടൊക്കെ കയറുന്ന ആള് പിന്നെ സെക്രട്ടറി ആവുക, കോപ്പറേറ്റീവ് ബാങ്കിന്റെ സെക്രട്ടറി ആയിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്നു. ഇവിടെ എലപ്പള്ളി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്ത ഒരാളിനെ അവിടെ അവിടെ അറ്റൻഡറായിട്ടോ പിയൂണായിട്ട് കോപ്പറേറ്റീവ് ബാങ്ക് പിയൂൺ പോസ്റ്റിലേക്ക് കയറി. പിന്നെ അദ്ദേഹം പാലക്കാട് പോയി ഒരു ചെറിയ കോഴ്സ് ഏതാണ്ടൊക്കെ ചെയ്തു വന്ന് പിന്നെ ക്ലർക്കായി. പിന്നെ അതെ അതും കഴിഞ്ഞ് അദ്ദേഹം അവിടെ സെക്രട്ടറി ആയിട്ടാണ് വിരമിക്കുന്നത്. ആ, പത്ത് കാരണം അവർക്ക് അത് സീനിയോറിറ്റി മാത്രമേ എടുക്കുള്ളൂ. അവർ അങ്ങനെയുള്ള ഇതിട്ട് പുതിയ പോസ്റ്റുകൾ ഒരിക്കലും പുറത്തുനിന്ന് എടുക്കത്തില്ല. എടുക്കുന്നില്ല. എപ്പോഴും അവിടെയുള്ള ആളുകൾ അവർ റീഫിൽ ചെയ്ത് പോകുന്നതുകൊണ്ട് എപ്പോഴും അവർക്ക് ആ ഒരു എസ്കലേഷന്റെ സാധ്യതയുണ്ട്. അതെ അതെ അത് അപ്പോൾ സെക്രട്ടറി ഒക്കെ ആകുമെന്ന് പറഞ്ഞാൽ 500 കോടി രൂപ കൈകാര്യം ചെയ്യുന്ന ബാങ്കിൽ 4 ബ്രാഞ്ചുകളും ഒക്കെ ഉള്ള കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ ഈ ഫൈനാൻഷ്യൽ ഹാൻഡിലിങ്ങിന് വലിയ കഴിവില്ലാത്ത ഇതുപോലുള്ള ഒരുപാട് പേർക്ക് സീനിയോറിറ്റി മാത്രമേ ഉള്ളൂ, സീനിയോറിറ്റി മാത്രം ചുമ്മാ എടുത്തിട്ടുള്ളൂ. കയറിയിരിക്കുന്നത് കാണാം. അപ്പൊ ഈ ഭരണസമിതിയിൽ വരുന്നവരുടെ പാവകളായിട്ട് നമ്മൾ ഈ അരുവന്നൂരും മറ്റേതും കേൾക്കുന്നതിന്റെ ഒക്കെ ഒരു കാരണം ഈ വേണ്ടത്ര ഈ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരും ബാങ്കിങ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരും ഒക്കെ കയറിയിരിക്കുന്നതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയും കോർപ്പറേറ്റ് ബാങ്കിന്റെ തലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഗൈഡ് ലൈൻസ് ഒക്കെ പാലിക്കപ്പെടും. പക്ഷെ ഈ ആ ആ സൊസൈറ്റികളിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. അതാണ് അതിൻ്റെ ഉം, ഉം, അകത്ത് ഉം, പ്രോബ്ലം. ഉം. അപ്പോൾ ആ അവിടെ പണ്ട് നോർമലി ഒരു കൺവെൻഷണൽ തലത്തിലാണ് പോകുന്നത്, ഇപ്പോഴും ഉം. അഡ്വാൻസ് തലത്തിൽ പോകുന്നത്. പക്ഷെ അത് റിസർവ് ബാങ്കിന്റെ റെഗുലേഷനൊക്കെ വരുമ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുമായിരിക്കും. അതെ അതെ ഇപ്പൊ കേരള ബാങ്ക് ഒക്കെ വന്നപ്പോഴേക്ക് ആ, കുറച്ചൊക്കെ കേരള നിയമം ബാങ്കിനൊക്കെ തിരുത്തി. വ്യത്യാസമുണ്ട്. കേരള ബാങ്കിന്റെ ഉം. ആയിട്ട് അസോസിയേറ്റഡ് അല്ലാതെ വരുന്ന കോർപ്പറേറ്റ് സൊസൈറ്റികൾക്കൊക്കെയാണ് അതെ ഇങ്ങനെയുള്ള അതെ അതെ സെലക്ഷൻസ് വരുന്നത്, ഉം. ഡയറക്റ്റ് സെലക്ഷൻസ് ഒക്കെ ആയിട്ട് വരുന്നത്. മാൾ പ്രാക്ടീസും ഇതുപോലെ തിരിമറികളും ഒക്കെ ധാരാളം ഉണ്ടാവുന്ന ആ, സാധ്യത ഇവരുടെ കഴിവുകേട് പ്രൊഫഷണൽസ് കൊണ്ടാണ്. വരത്തില്ല അതിൻ്റെ അകത്തേക്ക്. അതെ പ്രൊഫഷണൽസ് അതെ അതെ വരുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അവർക്ക് ഉം, അതിനെക്കുറിച്ച് ഉം, അത്ര ഉം, ഒരു ഉം. ഇതില്ല. പിന്നെ അത് എന്താ പറയുക, മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റമൊക്കെ അങ്ങനെയായിരിക്കും. പക്ഷെ അതെ ഇവിടെ അതെ ഈ കൊമേഴ്സിന് ഭയങ്കര ചാൻസുകളാണ് ഇപ്പോൾ ഈ AI ഉം, ഉം. യുഗത്തിലേക്ക് വരുമ്പോൾ. ആ ആ ആ ഒരുപക്ഷെ ഒരു മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കിട്ടാതെ വിഷമിച്ച് ആളുകൾ കൊമേഴ്സിൽ പോകുന്ന ഒരു കാലം മാറി. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇപ്പോൾ. അതെ അതും പിന്നെ വേറൊരു കാര്യം എൻ്റെ ബന്ധുക്കളായിട്ടൊക്കെ ഉള്ള ഈ രംഗത്തുള്ള പിള്ളേർക്കൊക്കെ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസം തലയും കുത്തിയുള്ള പണിയാണ് എന്ന് പറഞ്ഞാൽ ആ, ആ, ഈ, ടാർജറ്റ്. ഭയങ്കര പണിയാണ്. പക്ഷെ അത് കഴിഞ്ഞുള്ള 20 ഡേയ്സ് വളരെ റിലാക്സ് ചെയ്ത് അവർക്ക് പോകാനും പറ്റുന്നുണ്ട്. അത് അങ്ങനെ ഒരു പ്രത്യേകത അല്ല. ത്രൂ ഔട്ട് ദ മന്ത് അവർ ടൈറ്റ് അല്ല. ഈ അല്ല, ആദ്യത്തെ മാസത്തിന്റെ അവസാനം പിന്നെ ഫൈനാൻഷ്യൽ ഇയറിന്റെ എൻഡിലും മാർച്ചിലൊക്കെ അവർക്ക് നല്ല വർക്ക് ലോഡാണ്. ഇപ്പൊ പക്ഷെ പഴയ പോലെ ടാലി ചെയ്യൊന്നും വേണ്ടല്ലോ, എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് അല്ലേ. അപ്പോൾ അതെ ഓട്ടോമാറ്റിക് അതെ അതെ സിസ്റ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെ തന്നെ അവർ പറയാം, അതൊന്ന് ഉം, കണ്ടുപിടിച്ചൊക്കെ. അതെ പേപ്പർ വർക്കിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളുള്ളൂ, എൻട്രി ഉം, ചെയ്യുന്ന ഉം. സമയത്തോ ഒക്കെ വരുന്ന അതെ പ്രശ്നം. അതെ വലിയ ഉം, ഉം, ഇഷ്യൂസ് ഒന്നുമില്ല, കമ്പാരിറ്റീവ്ലി ഉം, എളുപ്പമാണ്. ഉം. പക്ഷെ അതനുസരിച്ച് വോളിയം കൂടും, അതെ അതെ വർക്ക് ഇന്നത്തെ വോളിയം സാറിന്റെ കൂടും. ക്ലാസ്സിൽ കേട്ടിട്ടില്ലാത്ത കുറെ കോഴ്സുകൾ പറ്റി അറിയാനും മനസ്സിലാക്കാനും പറ്റി. കാരണം ഇത് നമ്മുടെ മനസ്സിലുള്ള കോഴ്സുകൾ അല്ലാതെ ഒരുപാട് ഈ സ്പെഷ്യലൈസേഷനും ആ, ഒക്കെ വന്ന് ഈ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിന്റെ ഒരു വ്യാപ്തി വലിയ വ്യത്യാസമായിട്ട് വളരെ വളരെ ഗംഭീരമായിട്ട് അത് മാറി വന്നിരിക്കുന്നു എന്നുള്ളത് വലിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ മറ്റേ നേരത്തെ അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും മാത്രമല്ലേ ഉള്ളൂ ഇതില്. അതെ പിന്നെ ഈ അതെ. നമ്മൾ ടാക്സ് റിട്ടേൺസ് സമർപ്പിക്കാൻ വേണ്ടി ചാർട്ടേഡ് അക്കൗണ്ടിന്റെ അടുത്ത് പോകുന്നു. ഒക്കെ അവരൊക്കെ വലിയ സമർത്ഥരായ ബുദ്ധിജീവികളായിട്ട് മാറിയിരുന്ന സ്ഥാനത്ത് ഇപ്പം കമ്പ്യൂട്ടറൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് സ്കോപ്പ് എല്ലാ സ്ഥലങ്ങളിലും ഇത് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഉള്ളതിലേക്ക് ശരിക്ക് മെഡിസിൻ എഞ്ചിനീയറിംഗിന്റെ കൂടെ തന്നെ കൊമേഴ്സിനെ നമുക്ക് ലിസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ അതിന് വലിയ പ്രാധാന്യം വന്നിരിക്കുന്നു. ഇപ്പൊ ആ, ഈ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെല്ലാം തന്നെ കൊമേഴ്സിന് വലിയ ഡിമാൻഡാണ്. ഈ കൊമേഴ്സ് കോഴ്സുകൾക്ക് വലിയ ഡിമാൻഡായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ബികോമിന് കോളേജുകളിലൊക്കെ ഈ പ്രൈവറ്റ് കോളേജുകളിലൊക്കെ അതിന് നല്ല ക്യാപിറ്റേഷൻ കൊടുത്തിട്ടാണ് സീറ്റ് അഡ്മിഷൻ വാങ്ങിക്കുന്നതൊക്കെ. അപ്പൊ ഈയിടെയായിട്ട് ഈ ഫ്ലറിഷ് ചെയ്ത ഒരു മേഖല കൊമേഴ്സ് ആയിട്ട് സാറിന്റെ ക്ലാസ്സിൽ കേട്ടിട്ടില്ലാത്ത ഒരുപാട് കോഴ്സുകളെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, റെഫറൻസിന് വേണ്ടിയിട്ടും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഉപയോഗിക്കാൻ. എന്നാലും നന്നായി സാർ, താങ്ക് യു. ഒരു കൊമേഴ്സ് ഒരു സെക്കൻഡ് ഗ്രേഡ് ആയിട്ട് കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയൊരു തീം. കാരണം ഭയങ്കര റിഫോംഡ് ആയിട്ടുള്ള എമർജിങ് ആയിട്ടുള്ള ഒത്തിരി കോഴ്സുകൾ അതിൻ്റെ
ഇതിൽ വരുന്നുണ്ട്. പക്ഷെ ചെയ്യേണ്ട കാര്യം ഇതെല്ലാം മാത്സ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് പലപ്പോഴും കൊമേഴ്സ് +2 എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ മാത്സ് അതിൻ്റെ സബ്സിഡറി ഒരു പേപ്പറായിട്ട് എടുക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് ശോഭിക്കാൻ പറ്റും. അതെ 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 അത് ഒരു കാലത്ത് ഈ കൊമേഴ്സ് ഇതൊക്കെ ഈ ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റിയുടെ ഒരു കുത്തകയായിരുന്നു അത്. അതെ അതെ ഈ ബ്രാഹ്മിൺ ആൾക്കാരാണ് കയറി ഇരുന്ന് അവരുടെ പ്രത്യേക സംഭാഷണവും രീതികളും ഒക്കെ ആയിട്ട് നമ്മൾ ഈ അവരുടെ ഒരു കുത്തകയായിരുന്നു. ഇപ്പൊ അത് പക്ഷെ മാറിയിട്ട് ഇപ്പൊ ഒരുപാട് പേര് അന്ന് അത് ഈ സ്പെഷ്യലൈസ്ഡ് വളരെ ബുദ്ധി വേണ്ട ഒരു കാര്യമായിട്ടും മെമ്മറി വേണ്ട ഒരു കാര്യമായിട്ടൊക്കെ മാറിയിരുന്നു. ഇപ്പം അത് മാറി വരുന്നു. അത് നല്ലൊരു ട്രെൻഡായി, സാധാരണക്കാർക്കും കടന്നു കയറാവുന്ന ഒരു മേഖലയായിട്ട് മാറിയിട്ടുണ്ട് അത്. ശരിക്കും കടന്ന് കയറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ അതെ ഇത്രയും അതെ ഈ മെഡിസിനും എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പോലത്തെ സ്ട്രെയിനോ സ്ട്രെസ്സോ ഒന്നും ഇവിടെ ഇല്ല. ഇച്ചിരി ഇല്ല എളുപ്പം. ഇല്ല അതെ 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 എല്ലാം അതെ തുടക്കത്തിലുള്ള ആ ബേസ് മാത്രം മതി, ബാക്കി മുന്നോട്ട് കയറിപ്പോകാൻ എളുപ്പം. പിന്നെ അതിലൊരു ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ ഈ പബ്ലിക്കുമായിട്ട് കൺഫ്രണ്ടേഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല ഈ കോഴ്സിൽ. എഞ്ചിനീയർക്കും ഡോക്ടർക്കും ഒക്കെ അത് വേണ്ടി വരും. അവർ ഈ കമ്മ്യൂണിക്കേഷനിലും HR ട്രെയിനിങ് ഒന്നും കിട്ടാത്തത് കൊണ്ട് ഡോക്ടർമാരൊക്കെ നിസ്സഹായരായി പോകും. ഇപ്പോൾ അതേപോലെ എഞ്ചിനീയേഴ്സിനും അതേപോലെ തന്നെ ഈ പബ്ലിക്കുമായിട്ട് ഡീൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ഈ കണക്കുകളും വിവരങ്ങളും വെച്ചിട്ടുള്ള ഒരു കളി ആയതുകൊണ്ട് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും ഈ ജോലി. അതെ ഓക്കെ. അതെ അതെ തീർച്ചയായിട്ടും. അത് അപ്പം അങ്ങനെ ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയപ്പോഴാണ്, കാരണം ഇത്രയോ എമർജിങ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ. പക്ഷെ പലപ്പോഴും നമ്മൾ ചില പുതിയ യൂണിവേഴ്സിറ്റികളൊക്കെ 10ഉം 25ഉം BCom ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ചെയ്യുന്നത്. പക്ഷെ യെസ് അതിൽ യെസ് തന്നെ ചില കോഴ്സുകൾക്ക് ഭയങ്കര പോപ്പുലാരിറ്റി ഉണ്ട്, പ്രത്യേകിച്ച് വിദേശങ്ങളിലൊക്കെ വളരെ ചാൻസ് ഉണ്ട്. ഇനി അത് വളരെ വളരെ ട്രെൻഡി ആയിട്ട് കൂടും, കാരണം AI-യുടെ ഒരു കാലമായി വരുമല്ലേ. അതെ. മോറോവർ ഇപ്പോൾ ടിവിയിലെ പരസ്യങ്ങളിൽ മോഹൻലാൽ വന്നിട്ട് കൊമേഴ്സിലേക്ക് പിള്ളേരെ ആകർഷിക്കുന്നു. തൊട്ടു പിന്നാലെ മമ്മൂട്ടിയും വന്ന് ആകർഷിക്കുന്നു. അപ്പോൾ ഒരുപാട് ഇവരൊക്കെ ഒന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിള്ളേർ അത് കൂടുതൽ കൂടുതൽ പോപ്പുലറൈസ് ചെയ്യാനായിട്ട് അതൊക്കെ സഹായിക്കുന്നുണ്ട്. അത് ചില CA എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്ന് പകരം ACCA എന്നൊക്കെ പറയുമ്പോൾ അതിന് കമ്പാരിറ്റീവ്ലി വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ. ആ ആ +2 കഴിഞ്ഞിട്ടൊക്കെ ഡയറക്റ്റ് ആയിട്ട് കയറി ഒരു 10-12 പേപ്പറുകൾ കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ആ ഇപ്പം പഴയ പോലെ ഒരു ഗ്രൂപ്പായിട്ടുള്ള പേപ്പറുകളല്ല, ഇൻഡിവിജ്വൽ പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി. ആ ഇപ്പം ഒരു 2 ഇയറിൻ്റെ എഫേർട്ട് അല്ലെങ്കിൽ ഇച്ചിരി എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് വിദേശങ്ങളിലൊക്കെ ഭയങ്കര സ്കോപ്പുമാണ്. ആ ആ അത് ഒരു ഇപ്പൊ പുതിയ ട്രെൻഡാണ് അതൊക്കെ. അതെല്ലാം ഈ കൊമേഴ്സിന്റെ ഒരു ചേഞ്ചാണത്. ആ ചേഞ്ച് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, കാരണം പഴയ പോലെ അല്ല. കൊമേഴ്സ് ഈ പറയുന്ന പോലെ ടോപ്പ് കോളേജിൽ കിട്ടാനൊക്കെ പാടാണ്. അതെ കിട്ടാൻ പാടും. പിന്നെ അത് കഴിഞ്ഞ് ഇന്റേൺഷിപ്പിന് ഇപ്പോൾ ഇത് ഈ എറണാകുളം രാജഗിരിയിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇപ്പോൾ ഇന്റേൺഷിപ്പിന്റെ കാര്യത്തിന് വന്ന് നമ്മുടെ കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഒരുപാട് വലിയ സ്ഥാപനങ്ങളുണ്ട്, ബെമ്മൽ അതേപോലെ ഉള്ള അതിൽ. അപ്പോൾ അവിടേക്കൊക്കെ നല്ല റെക്കമെൻഡേഷനോട് ഉണ്ടെങ്കിലേ അവർ ഇന്റേൺഷിപ്പിന് എടുക്കുന്നുള്ളൂ ഈ കുട്ടികളെ, കൊമേഴ്സുകാർ വന്നിട്ട് കമ്പാരിറ്റീവ് ആൾ ചെയ്യുന്നു. കൂടുതലായി, പഴയ പോലെ തന്നെ ആ നല്ല ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനത്തെ ഒരു ഇതിലുണ്ട്. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, അപ്പോൾ താങ്ക് യു എല്ലാവർക്കും. സി യു.